മച്ചാമാരെ, അപ്പം ഞാൻ ഇന്നൊരു തെലുങ്ക് സിനിമേൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. വിജയ് ദേവരകൊണ്ട നമ്മുടെ നായകൻ, അടിപൊളി ചുള്ളനാണ്, തെലുങ്ക് സിനിമയുടെ നായകനാണ്. അപ്പോൾ ഇതൊരു തെലുങ്ക് സിനിമയാണ്, തമിഴിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 100 തമിഴ് സിനിമയിലും ഒരു 100 തെലുങ്ക് സിനിമയിലും വന്ന കഥ തന്നെയാണ്. അതായത് നായകൻ്റെ വീട്ടിൻ്റെ മുകളിൽ നായിക വന്ന് താമസിക്കുക, അതല്ലെങ്കിൽ നായികൻ്റെ വീട്ടിൻ്റെ മുകളിൽ നായകൻ വന്ന് താമസിക്കുക വാടകയ്ക്കൊക്കെ. ഇങ്ങനെയൊക്കെയാണ് പല സിനിമകളിലും നമ്മൾ കണ്ടിരിക്കുന്നത്. സെയിം കഥയാണ്. അപ്പോൾ ഇതിൻ്റെ കഥയിലേക്ക് നമുക്ക് ഷോർട്ടായിട്ട് കിടക്കാം. നമ്മുടെ നായകന് വലിയൊരു ഫാമിലി ഉണ്ട്. ഓക്കെ, അവിടെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നമ്മുടെ നായകന് വലിയ ഇഷ്ടമാണ്. കാരണം നല്ല സുന്ദരനാണല്ലോ, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷേ ഇവനക്ക് പെണ്ണ് കൊടുക്കാൻ ആരും മുന്നോട്ട് വരില്ല. കാരണം എത്ര വലിയ ഫാമിലി ഉള്ളത് കൊണ്ട് ഈ ഫാമിലിയിൽ വന്നിട്ട് കഷ്ടപ്പെടാതെ തൊട്ട് ഏത് പെണ്ണുകളും വരില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ആ വഴിയിൽ കൂടെ പോകും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ നായകൻ വന്നിട്ട് നായകൻ്റെ വീട്ടിൻ്റെ മുകളിൽ വാടകയ്ക്കിരിക്കുന്നത്. അവിടെ വെച്ച് ഇവർ രണ്ടാളെ പരിചയപ്പെടുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രേമമുണ്ടാകുന്നു. ആ പ്രേമത്തിന് പിന്നെ ഇവർ പരസ്പരം ഒരു പാര വെച്ചിട്ട് എന്താകുന്നു, ഇവർ തമ്മിൽ തെറ്റും. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സിനിമ. ഇതിൽ പ്രത്യേകിച്ച് വില്ലന്മാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഒരു വില്ലനെ അങ്ങോട്ട് കുത്തിക്കയറ്റി ഒരു അടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സിനിമ ഇങ്ങനെ പോയാലും ഈ തെലുങ്ക് സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല അടിപൊളിയായിട്ട് പൈസ ഇറക്കിയിട്ട് നമ്മൾ കൊടുത്ത കാശിന് മുതലാക്കി തരും. നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ട് നല്ല പാട്ട് സോങ്ങൊക്കെ വന്നിട്ട് പുറത്ത് രാജ്യത്തൊക്കെ പോയിട്ട് നമ്മൾ നോക്കാത്ത രാജ്യത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടും. അതേസമയം നമ്മുടെ മലയാള പടാണെങ്കിൽ 6 പേരെടുത്ത് നോക്ക്, ഒരു പൂച്ചക്കുട്ടി, ഒരു നായകൻ, നമ്മുടെ നായകൻ, ഒരു വില്ലൻ, കുറച്ച് മീശ പോർക്കൽ, ഇവരെന്ത് ചെയ്യും, കുറച്ച് പൈസ ഇറക്കിയിട്ട് നല്ല വലിയ രീതിയിൽ കാശാണ് ഉണ്ടാകും. മനസ്സിലായോ? നമുക്ക് ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു നമ്മൾ കൊടുത്ത കാശിനുള്ള ആ ഒരു ബഡ്ജറ്റ് അവർ ഇറക്കിയിട്ടുണ്ടാവില്ല. മാക്സിമം ആളുകളെ എന്ത് ചെയ്യും, ഡയലോഗിലും കുറച്ച് മീശ വിരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കാശ് വാങ്ങിയുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമ. പക്ഷേ തെലുങ്ക് സിനിമ അല്ല, ഇതൊരു സീരിയൽ പോലുള്ള സിനിമയായാൽ പോലും വലിയ രീതിയിൽ ബഡ്ജറ്റ് ഇറക്കിയിട്ട് നമ്മൾ പല സ്ഥലത്തും വന്നിട്ട് എന്താ പറയുക, നമ്മൾ നോക്കാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ണിൽ കാണിച്ചു തരും. നല്ല ഒരു എൻ്റർടൈനുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. ഫാമിലി സിനിമയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ ഫാമിലി സെൻറ്റിമെൻ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ ഫാമിലിയായിട്ട് ഇന്ന് സുഖമായിട്ട് ഈ ഒരു സിനിമ കാണാം. അപ്പോൾ മറക്കണ്ട, ഇതിപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് വന്നിട്ട് പറയുക എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിലുണ്ടെങ്കിൽ നോക്കുക. ഓക്കെ, മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ഓക്കേ.